കേരള നിയമസഭയിലെ അംഗങ്ങൾ വഹിക്കുന്നത് സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിരിക്കുന്നത് നിയമമനുസരിച്ച് സ്ഥാപിതമായിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനയോട് ഞാൻ യഥാർത്ഥമായ വിശ്വാസത്തോടും നോക്കുന്നത് ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും ഞാൻ നോക്കുന്നത് ദൈവത്തിൻ്റെ പേരിൽ സത്യം ചെയ്യും. നമസ്കാരം. ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. തിങ്കളാഴ്ച പ്രകടനമായിട്ട് UDF-ന്റെ മുതിർന്ന നേതാക്കളുടെയൊക്കെ അനുഗ്രഹാശിസ്സുകളോടുകൂടി ആ ചടങ്ങ് പൂർത്തിയാക്കി. തീർച്ചയായിട്ടും ഐക്യജനാധിപത്യ മുന്നണിയുടെ ഒരു തിരിച്ചുവരവിനെ കേളികൊട്ടുയരുന്നതിൻ്റെ വ്യത്യസ്തങ്ങളായ കാഴ്ചകളാണ് പൊന്നാനിയിൽ നിന്നുടനീളം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരും ഒരു ഇടത് പൊതുബോധവും എല്ലാം ചേർന്ന വലിയൊരു മുന്നേറ്റം ഈ പൊന്നാനിയിൽ ഇത്തവണ ഉണ്ടാകുമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അത് വികസന കാര്യങ്ങളിലായാലും അത് പൊന്നാനിക്ക് വേണ്ട പല അവശ്യ മേഖലയിലേക്ക് അപര്യാപ്തതകളായാലും ഒക്കെ അതൊക്കെ ഊന്നിക്കൊണ്ടാണ് ജനങ്ങൾ അത്തരത്തിലൊരു നിലപാടിലേക്ക് പോകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് തീരദേശത്ത് വലിയ തോതിലുള്ള അശാന്തി എന്ന് പറയുമ്പോൾ വികസനപരമായി അവരുടെ മുന്നേറ്റ സംബന്ധിയായിട്ട് നിലവിലുണ്ട്. അവിടെ കടൽ ഭിത്തിക്ക് ഒരു കല്ലിട്ടിട്ട് 10 വർഷത്തിലധികമായി. അവിടെ പട്ടയമില്ല, പട്ടയമുള്ളവർക്ക് അവിടെ ലോൺ കിട്ടുന്നില്ല. 1000-ലധികം ഓലക്കുടിലുകളാണ്. പൊന്നാനി വലിയ പ്രതാപമുണ്ട് എന്ന് പറയുമ്പോഴും ഈ 1000-ലധികം വരുന്ന ഓലക്കുടിലുകൾ ഈ തീരദേശത്ത് അത് പൊന്നാനിയുടെ മുഖത്ത് ഒരു കറുത്ത പാടാണ്. അത് നമുക്ക് മാറ്റിയെടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ തീരദേശത്ത് വരുന്ന വികസന പദ്ധതികളെ സംബന്ധിച്ചിടത്തോളം അത് തീരദേശ ജനതയെ ചേർത്ത് പിടിച്ച് അവർക്ക് ഗുണകരമാവുന്നതായിരിക്കണം. അല്ലാതെ അവരവിടെ നിന്ന് ആട്ടിയോടിക്കാൻ പാകത്തിലുള്ളതാകരുത് എന്ന വലിയൊരു ചിന്ത തീരദേശത്തുണ്ട്. അതുപോലെ തന്നെ കോൾ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കോൾ കൃഷിക്കാർ സപ്ലൈകോവിന് നെല്ല് വിറ്റാൽ പൈസ കിട്ടുന്നില്ല. ബാങ്കിൽ നിന്ന് ലോണാണ് അവർ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. ആ ലോൺ തിരിച്ചടക്കാൻ ഇവിടെ മാർഗമില്ല, സർക്കാർ പൈസ തരാമെന്നില്ല. അതുകൊണ്ട് അവരൊക്കെ നോൺ പെർഫോമിംഗ് അസറ്റിൻ്റെ ആ പട്ടികയിലേക്കാണ് ഉൾപ്പെടുന്നത്. കൃഷിക്കാരൊക്കെ ഇവിടെ വ്യാജന്മാരായി മാറുകയാണ്. അപ്പോൾ അത്തരത്തിലൊക്കെയുള്ള വലിയ തോതിലുള്ള വലിയ വിഷയങ്ങൾ ഇവിടെ ഉണ്ട്. അതുപോലെ പൊന്നാനിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വികസന ഇടമാണ് കർമ്മ റോഡ്. ആ കർമ്മ റോഡിലേക്കൊന്ന് പോയി കഴിഞ്ഞാൽ അവിടെ വാഹനങ്ങൾക്ക് പോയിട്ട് മനുഷ്യർക്ക് പോലും നിന്ന് തിരിയാനുള്ള സൗകര്യങ്ങളില്ല. ഇത് തീർത്തും അശാസ്ത്രീയമാണ് അതിൻ്റെ ഏകോപനവും അതിൻ്റെ നിർവഹണവും ഒക്കെ. അതുപോലെ തന്നെ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഒരു ടൂറിസം രംഗത്തെ ഒരു ശ്രദ്ധേയമായ ഒരു കാര്യം കൂടി പൊന്നാനിയിലെ പ്രാദേശിക പത്രക്കാരായ നിങ്ങളോട് എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്. അത് നമ്മുടെ 100 അടിത്തോട് തുടങ്ങുന്നത് BM മുതലാണ്. അത് BM മുതൽ കുന്നംകുളം വരെ 23 കിലോമീറ്ററാണ് 100 അടിത്തോടിൻ്റെ നീളം. ആ തോടിന് ആഴം കൂട്ടി വീതി വർദ്ധിപ്പിച്ചൊരു ജലപാതയാക്കി മാറ്റിയാൽ ഇരുവശത്തുമുള്ള കോൾ നിലങ്ങൾക്ക് നടുവിലൂടെയുള്ള അതിമനോഹരമായ അപൂർവമായ അനുഭൂതി നിറഞ്ഞ ഒരു യാത്രയായിരിക്കും അത്. ഇന്ത്യയിൽ തന്നെ സമാനതകൾ കുറവാണ് അത്തരത്തിലുള്ള യാത്രകൾക്കോ അല്ലെങ്കിൽ ഇടങ്ങൾക്കോ ഒക്കെ. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള കാര്യങ്ങൾ മുന്തിയ പരിഗണനയോടുകൂടി നടപ്പിലാക്കാൻ വലിയ ശ്രമങ്ങൾ നടത്തുമെന്ന് ഇവിടെ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ നിരവധിയായ കാര്യങ്ങളിൽ പൊന്നാനിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു തുല്യ നീതി ഉറപ്പുവരുത്തി, അവസര സമത്വം ഉറപ്പുവരുത്തി, ജനാധിപത്യത്തിൻ്റെ ഒരു പക്വമായ മാതൃക ഉയർത്തിപ്പിടിച്ച് നീങ്ങും. അത് കക്ഷി രാഷ്ട്രീയ ജാതി മത വിഭാഗീയ ചിന്തകൾക്ക് ഇടമില്ലാത്ത വണ്ണം ഈ പൊന്നാനിയെ മുഴുവൻ ചേർത്ത് പിടിച്ച് മുന്നോട്ട് നീങ്ങണമെന്ന ഒരു പ്രത്യാശ, ഒരു പ്രതിജ്ഞ നിങ്ങൾക്ക് മുമ്പാകെ പങ്കുവയ്ക്കുകയാണ്. നന്ദി.